ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? ഇന്നലെ നമ്മളെ മന്ത്രി മുഹമ്മദ് റിയാസിനെയും അതിലൂടെ നമ്മളെ കേരളത്തെ മൊത്തം അവമാനിച്ച ചന്ദ്രശേഖരൻ മുതലാളിയില്ലേ, രാജീവ് ചന്ദ്രശേഖരൻ, മൂപ്പർക്ക് നല്ലൊരു മറുപടിയായിട്ട് ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. ആ യുവതിന്റെ പേര് കാവ്യ എന്നാണ്. ആ യുവതി ഉണ്ടല്ലോ നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിന്റെ ഭൂതകാലവും ഭാവികാലവും എല്ലാ കാലവും ഉണ്ടല്ല മണ്ണിന്റെ അടിയിൽ നിന്ന് ചികഞ്ഞ് പുറത്തെടുത്തിട്ട് ചന്ദ്രശേഖരനെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. സ്വന്തം അമ്മായിയപ്പനെ പറ്റിച്ചിട്ട്, അതും ഇയാളെ വിശ്വസിച്ചിട്ട്, ഈ ചന്ദ്രശേഖരനെ വിശ്വസിച്ചിട്ട് എല്ലാം കൊടുത്ത സ്വന്തം അമ്മായിയപ്പനെ പറ്റിച്ചിട്ട് ആ പൈസ കൊണ്ടുണ്ടല്ല ആദ്യം കേന്ദ്രമന്ത്രി സ്ഥാനം വാങ്ങി. അതിനുശേഷം ഉണ്ടല്ല ബാക്കിയുള്ള പൈസ കൊണ്ട് കേരളത്തിലെ BJPന്റെ അധ്യക്ഷ സ്ഥാനവും വാങ്ങി. അങ്ങനെ ആരും കാണിക്കാത്ത നാഗത്തരം കാണിച്ച ചന്ദ്രശേഖരന് ഇതിലും നല്ലൊരു മറുപടി ആരും കൊടുക്കാനില്ല. ഇനി എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ കാവ്യ എന്ന പേരുള്ള യുവതി ഉണ്ടല്ല ചന്ദ്രശേഖരൻ മുതലാളിനെ ഭാവി ഭൂതം എല്ലാം പുറത്തിട്ടിട്ട് കണ്ടം വഴി ഓടിക്കുന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഞാൻ ഇന്നൊരു മരുമോന്റെ കഥ പറയാം. എനിക്കറിയാം മരുമോൻ എന്ന് പറഞ്ഞ മാധ്യമങ്ങളൊക്കെ ആരുടെ ഒരു ഇമേജാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ ആ വിളിക്ക് ശരിക്കും അർഹനായ ഒരാളുണ്ട്. സ്വന്തം അമ്മായിയപ്പന്റെ സാമ്രാജ്യം അദ്ദേഹം അറിയാണ്ട് വിറ്റ് തൊലിച്ചിട്ട് ബിസിനസ്സുകാരെന്ന് വിളിക്കുന്ന പിൻവാതിലൂടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാൾ. തലശ്ശേരിക്കാരൻ ഒരു TPG നമ്പ്യാർ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു കമ്പനി കെട്ടിപ്പടുത്ത ഒരു കഥയുണ്ട്. തലശ്ശേരിയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് നിശ്ചയദാർഢ്യം കൊണ്ട് BPL എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി. ഇന്ത്യയുടെ കൺസ്യൂമർ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് BPLനോളം പോകുന്ന ഒരു പേരുണ്ടായിരുന്നില്ല. 1982 കളർ TV ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ മേഖലകളിലും സമഗ്രാധിപത്യം ഉണ്ടായിരുന്ന BPL. ആ കമ്പനി ഇന്ന് എവിടെയാണ്? അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു കമ്പനി, കേരളത്തിന്റെ മുഖമായി മാറേണ്ട ഒരു കമ്പനിയായിരുന്നു BPL. ഇന്ന് BPL എവിടെയാണ്? BPLന് എന്താണ് സംഭവിച്ചത്? BPLന് ഒന്നും സംഭവിച്ചിട്ടില്ല. BPLന്റെ നേതൃത്വത്തിലേക്ക് TPG നമ്പ്യാർ തന്റെ മകളുടെ ഭർത്താവായ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളൂ. 1991 തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ BPLലേക്ക് കടന്നു വരുന്നത്. 2005 ആകുമ്പോഴേക്കും BPLന്റെ 64% ഷെയറുകൾ അമ്മായിയപ്പൻ അറിയാതെ ഈ മരുമോൻ ഒരു SR എന്ന് പറഞ്ഞ ഒരു വിദേശ കമ്പനിക്ക് വിൽക്കാൻ പോവാണ്. അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ കേസ് ഫയൽ ചെയ്തു, നിയമപോരാട്ടം നടത്തി. പക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്വന്തം അമ്മായിയപ്പൻ ഉണ്ടാക്കിയിട്ടുള്ള ബിസിനസ് അദ്ദേഹം അറിയാതെ ചതിച്ച് വിറ്റ് ആ പൈസ കൊണ്ട് ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി അടുത്ത മാസം തന്നെ തുടങ്ങി. 2005 അദ്ദേഹം ജൂലൈയിൽ ഇത് വിൽക്കുന്നു. ഓഗസ്റ്റിൽ എന്തോ ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങാണ്. പിന്നീട് അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ള വളർച്ചയാണ്. 2006 അദ്ദേഹം കർണാടകയിൽ നിന്ന് രാജ്യസഭ MP ആവാണ്. അത് കഴിഞ്ഞ് വീണ്ടും കർണാടക ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യാണ് രാജ്യസഭ MP ആയിട്ട്. അദ്ദേഹത്തിന് വലിയ പ്രതിരോധ കരാറുകൾ ലഭിക്കുകയാണ്. മാധ്യമങ്ങളുടെ ഓഹരി ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഹോൾഡിംഗ്സ് വാങ്ങുകയാണ്. കേന്ദ്ര മന്ത്രി വരെ ആവുന്നു. കേരളത്തിലെ BJPയുടെ അധ്യക്ഷനാവുന്നു. പക്ഷെ ഇതിന്റെ ഒക്കെ തുടക്കം ഒരു മനുഷ്യൻ കേരളത്തിലെ ഒരു വില്ലേജിൽ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അതിനെ ചതിച്ച ഒരു കഥയാണ്. അങ്ങനെ ഒരു മരുമോന്റെ കഥയെന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത് എന്നുള്ളത് പലപ്പോഴും ആൾക്കാർ മറന്നു പോകാറുണ്ട്. അപ്പൊ ആ മരുമോനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിലൂടെ വളർന്നു വന്ന പരിചയമുള്ള ഇന്ന് കേരളത്തിന് മന്ത്രിയായിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു മന്ത്രിയായിരിക്കുന്ന റിയാസിനെ കേവലം മരുമോന്ന് വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നത്. ഇതൊക്കെ TPG നമ്പ്യാർ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഐറണി തൂങ്ങിച്ചെത്തെന്ന് പറയില്ല, അങ്ങനെ അദ്ദേഹം കാർപ്പിച്ച് തുപ്പുന്നുണ്ടാവും ഇപ്പൊ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ. എന്താ ഇപ്പൊ കഥ? ഇവര് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും പ്രതീക്ഷയായ കമ്പനി ഉണ്ടല്ല മറച്ചു വിറ്റ തൂക്കിയിട്ട് മറച്ചു വിറ്റ വീരനാണ്, നാണം കെട്ട വീരനാണ് ഈ ചന്ദ്രശേഖരൻ മുതലാളി. അത് വേറെ ആരാ കമ്പനിയല്ല പറ്റിച്ചത്, സ്വന്തം അമ്മായിയപ്പന. ഇവനെ വിശ്വസിച്ച് ഇവന്റെ കയ്യിൽ കമ്പനി കൊടുത്ത സ്വന്തം അമ്മായിയപ്പന തന്നെയാണ് ഈ ചങ്ങായി പറ്റിച്ചത്. എനിക്ക് ഈ സംഭവം കേൾക്കുമ്പോ എന്താ ഓർമ്മയിലെന്ന് അറിയാം, നമ്മളെ ചന്ദ്രലേഖ സിനിമ ഓർമ്മയെടുക്കല്ലോ, നമ്മളെ മോഹൻലാലിന്റെ ശ്രീനിവാസന്റെ സിനിമ. ആ സിനിമയിൽ ഇങ്ങനെ ഒരു സീനുണ്ട്. നമ്മളെ മോഹൻലാലിന്റെ പകരക്കാരനായിട്ട് ശ്രീനിവാസൻ ആ കമ്പനിയുടെ മുതലാളിക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ കമ്പനിന്റെ MDനെ കാണാൻ വേണ്ടിട്ട്, അതായത് ശ്രീനിവാസനെ കാണാൻ വേണ്ടിട്ട് ഒരാൾ വരുമ്പോ അയാളോട് നമ്മൾ ശ്രീനിവാസൻ ഉണ്ടല്ല കമ്മീഷൻ ചോദിക്കുന്നില്ലേ, ആ കമ്മീഷൻ ചോദിക്കുന്ന ആളായിട്ടാണ് എനിക്ക് ചന്ദ്രശേഖരനെ തോന്നിയത്. ശരിക്കും പറഞ്ഞിട്ടില്ല, ഈ ചന്ദ്രശേഖരനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ശ്രീനിവാസൻ ആ കഥ തന്നെ എഴുതിയിട്ടുണ്ടാവുക. അതായത് സ്വന്തം അമ്മായിയപ്പനെ പറ്റിക്കാൻ വേണ്ടി സ്വന്തം കമ്പനി തകർക്കാൻ വേണ്ടി കമ്മീഷൻ വാങ്ങിയ വേട്ടാവളിയൻ. ഇവനെയാണ് നമ്മളെ സംഖ്യകള് ബിസിനസ് മാഗ്നൈറ്റ് പറഞ്ഞ് തള്ളി നടക്കുന്നത്. ഇവരെ ബിസിനസ് മാഗ്നൈറ്റ് എന്നല്ല വിളിക്കേണ്ടത്, ഇവരെ ബിസിനസ് മാൻഡ്രേക്ക് എന്നാ വിളിക്കേണ്ടത്. ചെന്ന കമ്പനി വെച്ചും അതായത് സ്വന്തം അമ്മായിയപ്പന്റെയും ബാക്കിയുള്ള എല്ലാ കമ്പനിയും ഏതൊക്കെ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടോ ആ കമ്പനിയൊക്കെ പൂട്ടിച്ച വീരാളി വീരനാണ് ഈ വേട്ടാവളിയൻ. പക്ഷെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടാ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ല വിവരം ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ചേട്ടാ, ഇനി എന്ത് വിദ്യാഭ്യാസം എന്ത് വിവരമുള്ളവരുണ്ടല്ല BJP പോയി കഴിഞ്ഞാല് നമ്മളെ ബാലയില്ല, ബാല പറഞ്ഞ പോലെയാണ്
പൊട്ടന്റെ പൊട്ടനാകും. അതിന് നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളിയാണ് ഏറ്റവും നല്ല ഉദാഹരണം. ഇനി ഞാൻ നിങ്ങൾ കേട്ടില്ല, വേറൊരു വീഡിയോ കാണിച്ചാട്ടാ. ഇന്നലെ നമ്മൾ ഈ ചന്ദ്രശേഖരൻ മുതലാളിനെ വെളുപ്പിക്കാൻ വേണ്ടി മുതലാളിന്റെ ചാനലിലെ വേശാനെറ്റ് ഒരു ചർച്ച വെച്ചിന്. ആ ചർച്ചയില് നമ്മളെ ശ്രീജിത് പണിക്കറില്ലേ മൂപ്പറൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ വിനു ശ്രീജിത് പണിക്കറും കൂട്ടിയിട്ടില്ല. പരമാവധി നമ്മളെ മുതലാളിനെ വെളുപ്പിച്ച് വന്നതാണ്. പക്ഷെ ലാസ്റ്റ് നമ്മളെ ജോസഫ് സി മാത്യു ഇല്ലേ മൂപ്പറുണ്ടല്ലോ നമ്മളെ വേശാനെന്റെയും ശ്രീജിത് പണിക്കരുടെയും ചന്ദ്രശേഖരൻ മുതലാളിന്റെ എല്ലാ പ്രതീക്ഷയിലുണ്ടല്ല വെള്ളം കോരി ഒഴിച്ച്. അങ്ങനെ വെള്ളം കോരി ഒഴിച്ചുണ്ട് നമ്മളെ ജോസഫ് സി മാത്യു വേശാനിൽ ഇരുന്നിട്ട് വേശാന്റെ മുതലാളിയായ ചന്ദ്രശേഖരനെ പൊളിച്ചെടുക്കുന്ന വീഡിയോ ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ പൊതുപണം മുടക്കി ഇത്രയധികം സന്നാഹങ്ങളോടുകൂടി 39 കിലോമീറ്റർ സ്ട്രെച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു പ്രധാനമന്ത്രി ഇവിടം വരെ വരിക, ഈ നാടായ നാട് മുഴുവൻ പോവുക എന്ന് പറഞ്ഞാൽ ഇത് അഴിമതിയാണ്. മുൻപ് നടന്നിട്ടുണ്ടാവും, ഇനിയും നടക്കുമായിരിക്കാം. പക്ഷേ ഇത് പറയേണ്ടത് ജനാധിപത്യത്തിൽ നമ്മളുടെ അവകാശമാണ്. നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവിടെ സെലക്ടീവായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരെ വിളിച്ചിരുന്നത് എന്താണ് പ്രോട്ടോകോൾ? വേറെ പരിപാടികളിലൊക്കെ ഇരുന്നിട്ടുണ്ടാവും. പ്രസിഡന്റ് പദ്ധതി മുതൽ പ്രോട്ടോകോൾ മേളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ്. ഇവിടെ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യം പറഞ്ഞു. അന്ന് സ്റ്റേജിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തിന് വിഴിഞ്ഞത്തിന് ഒരു രാജ്യസഭ എം പി ഉണ്ടോ? ഈ സംസ്ഥാനത്ത് മറ്റേ രാജ്യസഭ എം പിമാരില്ലേ? അപ്പൊ ഇവിടെ ചില ഇങ്ങനത്തെ ചില പാലങ്ങളുണ്ട്. ഈ പാലങ്ങൾക്കെല്ലാം എല്ലായിടത്തും കടന്നു ചെല്ലാം എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നതെങ്കിൽ, ബിജെപിയുടെ നേതാവാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നതെങ്കിൽ ഈ സംസ്ഥാനത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം സംസ്ഥാന നേതാവിനെ വിളിച്ച് വേദിയിൽ ഇരുത്തുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്നത് അഴിമതിയാണ്. പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെ തന്റെ കൃത്യനിർവഹണം ചെയ്യാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന് പ്രീതി തോന്നുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റിനെ മാത്രം വിളിച്ച് വേദിയിൽ അവരോധിക്കുക എന്ന് പറയുന്നത് അഴിമതിയാണ്. ഇത് മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് തുറന്നു കാട്ടുക തന്നെ വേണം, അതിലൊരു സംശയവുമില്ല. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ നടത്തുന്നതിന്റെ പേരെന്ന് പറയുന്നത് അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതല്ല രാഷ്ട്രീയം. ജനങ്ങൾക്ക് വേണ്ടതല്ല രാഷ്ട്രീയം, ഇത് രാഷ്ട്രത്തിന് വേണ്ടതുമല്ല. ഇത് ഇവരുടെ അഴിമതിയാണ്, ഇവരുടെ സ്വാർത്ഥതയാണ്, ഇവർ ഇല്ലാത്ത മേനി നടിക്കലാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്, പൊതുപണം ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കലാണ്. ഈ ചർച്ചയിലുണ്ടല്ലോ സത്യം പറഞ്ഞാല് നമ്മളെ ശ്രീജിത് പണിക്കറും വിനുവും കൂടി ഉണ്ടല്ല 10-50 കിലോ പൊട്ടിയിട്ടില്ലേ ചന്ദ്രശേഖരനെ പരമാവധി വെളുപ്പിച്ചതായിരുന്നു. അപ്പോഴാണ് നമ്മളെ ജോസഫ് സി മാത്യു വന്നിട്ട് അതിൽ മൊത്തം വെള്ളം കൊഴിച്ചത്. അങ്ങനെ നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിന്റെ ഉള്ള വില കൂടി ഈ സംഭവത്തോടു കൂടി മൊത്തം ഇല്ലാണ്ടായി. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞാനായാലും നിങ്ങളായാലും ശരി, ഒരു അനാവശ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അർഹതയില്ലെങ്കിൽ നമ്മളെന്താ പറയാ, അയ്യോ ഞാനിരിക്കൂല, അതിലാരാണോ അർഹതപ്പെട്ടത് അവരതിൽ കൊണ്ടുപോയി ഇരുത്തുന്നതല്ലേ നമ്മൾ പറയാ. പക്ഷെ ഈ സംഖ്യയിലുണ്ടല്ല, അങ്ങനെയല്ല. അവർ അനാവശ്യമായിട്ട് എവിടെയൊക്കെ കയറി ഇരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ കയറിയിരിക്കുന്ന പരിപാടിയാണ് ഈ സംഖ്യക്ക് മൊത്തം. അങ്ങനെയുള്ള സംഭവത്തിന്റെ ഇവർക്ക് വേണ്ടി ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത ആളാണ് നമ്മളെ കുമ്മനടി രാജശേഖരൻ. അതിനുശേഷം നമ്മുടെ ഛത്തീസ്ഗഡിൽ നിന്ന് കന്യാസിമാർക്ക് ജാമ്യം കിട്ടില്ലേ, ആ ജാമ്യം കിട്ടിയ സമയത്ത് വേറൊരുത്തം പറ്റി, ഒരു അനൂപാലിനെ പറ്റി അവിടെ പോയി കുമ്മനടിച്ചിന്. അന്നത്തെ കാര്യം നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ല. ചാനലിൽ വന്ന മൊത്തം വിഷ്വൽസ്, ക്യാമറ എങ്ങോട്ടാണോ പോകുന്നത് അവിടെയൊക്കെ നമ്മൾ അനൂപാലിയാണ് വീഴുന്നത്. അതായത് നമ്മൾ ഇന്ത്യൻ പ്രണയകഥ സിനിമയില്ലേ, അത് നമ്മളെ ഫാസിലി ക്യാമറ പോകുമ്പോൾ ഇങ്ങനെ ആക്കുന്നില്ലേ, അതേ അവസ്ഥയായിരുന്നു അന്ന് അനൂപാലിനെ കാണിച്ചു കൂട്ടിയ ആ കോപ്രായത്തിലും. പിന്നെ നമ്മൾ ഈ ചന്ദ്രശേഖരൻ മുതലാളിനെ വിഴിഞ്ഞത്ത് പോയപ്പോ കണ്ടില്ലേ, ആ സ്റ്റേജിൽ ആ ഉദ്ഘാടനത്തിന് സ്റ്റേജിൽ പോയിട്ട് ഒരൊറ്റ ഇരുത്തിയിരുന്നത് ആരും വന്നില്ല. പരിപാടിക്ക് എല്ലാവരും വരുന്നതിന് മുമ്പില് ഫസ്റ്റ് പോയിട്ട് പുലർച്ചക്ക് പോയിട്ട് ഒറ്റ ഇരുത്താണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സീറ്റ് കിട്ടില്ല വെച്ചിട്ട് അവിടെ ഒറ്റ ഇരുത്തം. അങ്ങനെയുള്ള ഊളത്തരം കാണിക്കുന്ന അല്പന്മാരാണ് ഈ ടീം മൊത്തം. അതിൽ ഏറ്റവും വലിയ അല്പനാണ് ഈ ചന്ദ്രശേഖരൻ മുതലാളി. എന്നിട്ട് ഇന്നലെ നടന്ന ഈ സംഭവത്തേക്ക് എന്തോ ഭയങ്കര സംഭവമായിട്ട് അന്ന് സംഖ്യകൾ കൊണ്ടു നടക്കുന്നത്. അതായത് നാണുമാനും ഉളുപ്പില്ലാത്ത ചങ്ങായിന്റെ വേണ്ടാത്തടക്ക ആലും മുളച്ചതല്ല, അതും തള്ളായിട്ട് കൊണ്ടു നടക്കുന്ന ടീമില്ലേ, അതാണ് നമ്മുടെ കേരളത്തിലെ സംഖ്യകൾ. അപ്പൊ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെ ചന്ദ്രനടി രാജീവ് ചന്ദ്രശേഖരനും പിന്നെ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.